പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബിജെപിക്ക് വോട്ട് ചോരുന്നുവെന്ന സിപിഎം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം സംസ്ഥാന സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. വിവരങ്ങൾ ഡി ബിനോയ് പങ്കുവയ്ക്കും. ബിനോയ്, ബിജെപിക്ക് വോട്ട് ചോരുന്നത്, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോരുന്നതായിട്ടാണ് സിപിഎം സംഘടനാ റിപ്പോർട്ടിൽ അടക്കം പരാമർശമുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പാർട്ടിയിൽ ശക്തമായ തരത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നത്. പ്രത്യേകിച്ചും ഈ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ പോലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള വളർച്ച ബിജെപിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ തടയിടുവാൻ ബിജെപിയെ അല്ലെങ്കിൽ ബിജെപിയുടെ വളർച്ചയെ നിയന്ത്രിക്കുവാനോ തടയുവാനോ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും കഴിയുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പാർട്ടി സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ച നടത്തിയിരുന്നു. തെറ്റുതിരുത്തൽ നയരേഖയിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ വന്നിരുന്നു. അതിന് പാർട്ടി താഴെത്തട്ട് മുതൽ തന്നെ ബിജെപിയുടെ വളർച്ച കണ്ടെത്തുകയും അതിനെതിരെ പാർട്ടി ബിജെപി വിട്ടുപോയവരെയും ബിജെപിയിലേക്ക് സിപിഎം വിട്ട് ബിജെപിയിലേക്ക് പോയവരെയും ബിജെപിയിൽ നിന്നും സിപിഎം ആഭിമുഖ്യമുള്ളവരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം എന്നൊരു നിർദ്ദേശം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ സംഘടനാ റിപ്പോർട്ടിൽ ബിജെപിയുടെ വളർച്ച വലിയ രീതിയിലാകുന്നു. അത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും ഇത്തരത്തിലൊരു വളർച്ച അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് സൂചനകൾ ഉള്ളത്. എന്തായാലും റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നിലവിൽ ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൽ ഉദ്ഘാടനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സംഘടനാ റിപ്പോർട്ടും തുടർന്ന് നേരത്തെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമെന്ന് പറയുന്ന നവകേരള വികസനവുമായി ബന്ധപ്പെട്ട നയരേഖയുമാണ് ഉള്ളത്. അതും അല്പസമയത്തിൽ വൈകുന്നേരത്തോടെ അവതരിപ്പിക്കും. നിലവിൽ പ്രകാശ് കാരാട്ട് കാലികമായ രാഷ്ട്രീയ പ്രവർത്തനയാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയത്. ദേശീയ തലത്തിൽ സിപിഎമ്മിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഐതിഹാസികമായ സമരങ്ങൾ കേരളത്തിൽ നടത്തിയതിന്റെ പിന്നിലും പോരാട്ടങ്ങൾ നടത്തിയതിന്റെ പേരിലുമാണ് ഇത്രയധികം വളർച്ച പാർട്ടിക്ക് ഉണ്ടായത്. അത് പാർട്ടിയെ പ്രവർത്തകർക്ക് ഉള്ള നേട്ടം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. രണ്ടാമത് പ്രധാനമായി പറഞ്ഞത് സമീപകാലത്ത് ദേശീയ തലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ, അത് ആ ശാക്തിക ചേരികൾ അല്ലെങ്കിൽ ട്രംപിനെ അനുകൂലിക്കുന്ന ശാക്തിക ചേരികൾ അവരുമായി ബന്ധപ്പെടുന്ന അവരുമായി അനുകൂലിച്ച് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ അവരെടുക്കുന്ന നിലപാടുകൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായ നയവും നിലപാടുകളുമുണ്ട്. ആ നിലപാടുകൾ കൃത്യമായി ഈ സമ്മേളനത്തിൽ പാർട്ടി രേഖകളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരും എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാസിസവുമായി ബന്ധപ്പെട്ടാണ്. അതായത് പ്രവർത്തന റിപ്പോർട്ടുകളിൽ നിന്നും ഫാസിസവുമായി ബന്ധപ്പെട്ട ഒരു രേഖ പോലും സിപിഎം ഉൾപ്പെടുത്തിയിട്ടില്ല. ബിജെപി സർക്കാരിനെയും RSSന്റെ നയങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുവെന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പല ആവർത്തി നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് പ്രകാശ് കാരാട്ട് തന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് കളിക്കുന്നത് വെറും ഒരു തരം താഴ്ന്ന രാഷ്ട്രീയമാണ്. അതിനപ്പുറത്തേക്ക് ബിജെപിയെയും അതുപോലെ തന്നെ RSSനെയും തടയിടുന്നതിന് പ്രാപ്തമായ രാഷ്ട്രീയ ലക്ഷ്യം സിപിഎമ്മിനുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കോൺഗ്രസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് സിപിഎമ്മിന് അനിവാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ചുകൂടി ശരി, വ്യക്തമാണ്. പ്രകാശ് കാരാട്ട്, സിപിഎം സംസ്ഥാന സമ്മേളനം, കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന് പ്രശംസയും ലഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്. പാർട്ടിയിലെ പ്രായപരിധി നേരത്തെയുള്ളതെന്ന് സിപിഎം മുൻ PB അംഗം എസ് രാമചന്ദ്രൻ പിള്ള. പുതിയ തലമുറയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സാങ്കേതികമായി പ്രയാസമുള്ള വിഷയമല്ലെന്നും ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്